ഇത് കേൾക്കുന്ന നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഭയമുണ്ടോ എന്നത്. നാളെയെക്കുറിച്ച് നീ ഭയപ്പെടുന്നുണ്ടോ? ഭാവിയിൽ എന്താകും, എങ്ങനെയാകും എന്നോർത്ത് നിനക്ക് പേടി തട്ടുന്നുണ്ടോ? ദൈവം എന്നെ കൈവിട്ട് കളയുമോ എന്ന ഭയം. ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച് ഒക്കെ ഭയം. ചുറ്റുമുള്ളതൊന്നും മാറിയിട്ടില്ല. അവരെന്തിനെയാണോ ഭയപ്പെട്ടത് അതൊക്കെ അവിടെ തന്നെയുണ്ട്. മാറ്റം വന്നത് അവരുടെ ഉള്ളിലാണ്. ഭയം മാറിപ്പോകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഇനി ഭയങ്ങളെ, ഭയപ്പെടുത്തുന്നവയെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ഈ പെന്തക്കുസ്തായ്ക്ക് നമുക്കൊരുങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന പെന്തക്കുസ്ത ഒരുക്ക ധ്യാനം. താ റുഹാദ കുദിശ, കം ഹോളി സ്പിരിറ്റ്. വരിക പരിശുദ്ധാത്മാവേ. 10 ദിവസത്തെ ഈ ഒരുക്കത്തിൻ്റെ 5-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ കണ്ടെത്തി, നമ്മുടെ ഡ്രൈനെസ്സിനെ, വരൾച്ചയെ കർത്താവിന് സമർപ്പിച്ച്, നമ്മുടെ മുറിവുകളെ തിരിച്ചറിഞ്ഞ്, നമ്മുടെ ബലഹീനതകളെ സറണ്ടർ ചെയ്ത് നമ്മൾ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ധ്യാനിച്ചു. ഇന്ന് 5-ാം നാളിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഭയങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ സമർപ്പിക്കുകയാണ്. ലെറ്റ്സ് സറണ്ടർ അവർ ഫിയർ. നമ്മുടെ ഭയങ്ങളെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഇത് കേൾക്കുന്ന നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഭയമുണ്ടോ എന്നത്. ഭയമുണ്ടോ? എന്തിനെയാണ് നീ പേടിക്കുന്നത്? നാളെയെക്കുറിച്ച് നീ ഭയപ്പെടുന്നുണ്ടോ? ഭാവിയിൽ എന്താകും, എങ്ങനെയാകും എന്നോർത്ത് നിനക്ക് പേടി തട്ടുന്നുണ്ടോ? റിജക്ഷനെ, അവഗണിക്കപ്പെടുമോ എന്ന ഭയം നീ പേറുന്നുണ്ടോ? പരാജയത്തെ, ഫെയിലിയർ, തോൽവിയെ വല്ലാണ്ട് പേടിക്കുന്ന ഒരാളാണോ നീ? തോൽവിയെ ഭയപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനി ഒന്നും ചെയ്യാൻ ധൈര്യമുണ്ടാകില്ല എന്നുകൂടിയാണ്. ദൈവം എന്നെ കൈവിട്ട് കളയുമോ എന്ന ഭയം. കുടുംബത്തെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച് ഒക്കെ ഭയം. ഭയത്താൽ നയിക്കപ്പെടുന്ന ഒരാളാണോ എന്ന് പരിശോധിക്കണം. ആ ഭയത്തെയൊക്കെ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ നമുക്ക് എളിമയോടെ സമർപ്പിക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഭാഗം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പെന്തക്കുസ്ത സംഭവം തന്നെയാണ്. ശിഷ്യന്മാർ കതകും ജനലും അടച്ച് ഇരിക്കുകയാണ്. അതിലേക്ക് അവരെ എത്തിക്കുന്നത് അവരുടെ ഭയമാണ്. പേടിച്ചാണ് അവരായിരിപ്പ് ഇരിക്കുന്നത്. ആ ഭയത്തിലേക്കാണ് ഈശോ വരുന്നത്. ആ ഭയത്തിലേക്കാണ് ഈശോ തൻ്റെ റൂഹായെ, പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. പെന്തക്കുസ്തായുടെ ശരിക്കുമുള്ള അത്ഭുതം, ദ റിയൽ മിറക്കിൾ ഓഫ് പെന്തക്കോസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടങ്സ് ഓഫ് ഫയർ, ബട്ട് ഹാർട്ട്സ് സെറ്റ് ഫ്രീ ഫ്രം ഫിയർ. പെന്തക്കുസ്തായുടെ ശരിക്കുമുള്ള അത്ഭുതം അഗ്നിനാവുകൾ മാത്രമല്ല, മറിച്ച് ഹൃദയം ഭയത്തിൽ നിന്ന് വിമുക്തമായി മാറുകയാണ്. പെന്തക്കുസ്തായിൽ നടന്നത് അതല്ലേ? പത്രോസിനെ നോക്ക്. ഒരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞവൻ, അവനിപ്പോൾ ആയിരങ്ങളുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയുന്നു. ഭയം മാറിയതാണ് പെന്തക്കുസ്തായുടെ അത്ഭുതം. ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും മാറിയില്ലെന്ന് തിരിച്ചറിയണം. ചുറ്റുമുള്ളതൊന്നും മാറിയിട്ടില്ല. അവരെന്തിനെയാണോ ഭയപ്പെട്ടത്, കർത്താവ് അവരോടൊപ്പമില്ല. ചുറ്റുമുള്ളവർ അവരെ ദ്രോഹിക്കാൻ കാത്തിരിക്കുന്നു, അവരൊറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇതിനൊന്നും മാറ്റമില്ല. ചുറ്റുമുള്ളതൊന്നും മാറാതിരിക്കുമ്പോഴും അവരെന്തിനെയാണോ ഭയന്നത് അതൊക്കെ അവിടെ തന്നെയുണ്ട്.
മാറ്റം വന്നത് അവരുടെ ഉള്ളിലാണ്. ഭയം മാറിപ്പോകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഭയമുള്ളപ്പോൾ ചുറ്റുമുള്ളതൊന്നും അത്ര വലിയ പ്രശ്നങ്ങളല്ലെങ്കിലും നമ്മൾ ചുരുങ്ങിപ്പോകും. വി വിൽ ബി ഇംപ്രിസൺഡ്. നമ്മൾ തടവറയിൽ ആക്കപ്പെടും. വെൻ ഫിയർ റൂൾസ് വി വിൽ ബി ഇംപ്രിസൺഡ്. വെൻ എവറിത്തിങ് ഔട്ട്സൈഡ് ഈസ് ക്വയറ്റ് നോർമൽ. ശ്രദ്ധിച്ചേ, വെൻ ഫിയർ റൂൾസ് വി വിൽ ബി ഇംപ്രിസൺഡ്. വെൻ എവറിത്തിങ് ഔട്ട്സൈഡ് ഈസ് ക്വയറ്റ് നോർമൽ. പുറമേ ഉള്ളതൊക്കെ വളരെ സാധാരണ കാര്യങ്ങളായിരിക്കുമ്പോഴും ഭയമുണ്ടെങ്കിൽ നമ്മൾ ചില തടവറകളിൽ അടയ്ക്കപ്പെട്ടു പോകും. ശിഷ്യന്മാർക്ക് അതേ ഭയമാണ്. അവർ കതക് കൊട്ടിയടച്ചത്, ജനലടച്ച് കുറ്റിയിട്ടത് ഭയമാണ്. ആ ഭയമാണ് പെന്തക്കുസ്തായിൽ മാറിപ്പോയത്. ഇന്ന് ചില പരിമിതികളിലേക്ക് നിന്നെ ചുരുക്കുന്ന ഭയങ്ങളെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിനക്ക് മാറ്റാൻ കഴിയും. നീ വിടുതൽ, ഡെലിവറൻസ് അനുഭവിക്കും. ഫിയർ ഷ്രിങ്സ് അവർ ലൈഫ്. ഭയം നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് ചുരുക്കിക്കളയും. ആൻഡ് ഹോളി സ്പിരിറ്റ് എക്സ്പാൻസ് ഇറ്റ്. ഹോളി സ്പിരിറ്റ് എൻലാർജസ് ഇറ്റ്. ഭയം മൂലം ചുരുങ്ങിപ്പോയ ജീവിതങ്ങളുണ്ട്. നമ്മുടെ തന്നെ ജീവിതത്തെ വിലയിരുത്തിയാൽ മതി. ചിലപ്പോൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റും ചില മനുഷ്യർ എന്തോരം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നെന്നറിയാം. എന്തോരം സാധ്യതകൾ ഉണ്ടായിരുന്ന മനുഷ്യർ എവിടെയോ ഒരു പേടി തട്ടിപ്പോയി. എന്തിനെയോ ഒരു ഘട്ടത്തിൽ പേടിച്ചു. ആ പേടിയോടുകൂടി ലൈഫ് ഷ്രിങ്സ്. ജീവിതം ചുരുങ്ങിപ്പോയി. വെൻ ഹോളി സ്പിരിറ്റ് കംസ് ഇറ്റ് എക്സ്പാൻസ്. ലൈഫ് എൻലാർജസ്. ജീവിതം പിന്നെയും ആ വലിയ ക്യാൻവാസിലേക്ക് വൈഡായി തുടങ്ങും. ധൈര്യം എന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല. ധൈര്യം എന്നത് ഭയപ്പെടുത്തുന്ന പലതും ചുറ്റുമുള്ളപ്പോഴും അതിൻ്റെ മധ്യേ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുന്നതാണ് ധൈര്യം. ഭയപ്പെടുത്തുന്നതിനെല്ലാം മാറ്റിയിട്ട് നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാമെന്ന് വിചാരിക്കരുത്. ഭയപ്പെടുത്തുന്ന പലതും ചുറ്റുമുള്ളപ്പോഴും അതിൻ്റെ നടുക്ക് കർത്താവിൻ്റെ കരം പിടിച്ചങ്ങ് നടക്കണം. ഭയം എപ്പോഴും നമ്മളോട് പറയും, യു ആർ എലോൺ. ഫിയർ ടെൽസ് us you are alone. And Holy Spirit tells us, I am with you. ഭയം പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ഒറ്റയ്ക്കാണ്, നിന്നെക്കൊണ്ടത് കൂട്ടിയാൽ കൂടില്ല, നീ തോറ്റുപോകും എന്നൊക്കെ ഭയം പറഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് പറയും, ഞാൻ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. യെശയ്യായുടെ പുസ്തകം 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഫിയർ നോട്ട്, ഫോർ ഐ ആം വിത്ത് യു. ഞാൻ കൂടെയുണ്ട്. അതാണ് പൗലോസ്ലീഹ തിമോത്തിക്കുള്ള ലേഖനത്തിൽ എഴുതി കൊടുത്തത്. നമ്മൾ സ്വീകരിച്ചത് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല. നമ്മൾ സ്വീകരിച്ചത് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് ഇനി ഭയങ്ങളെ, ഭയപ്പെടുത്തുന്നവയെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് ഈ പെന്തക്കുസ്തായ്ക്ക് നമുക്കൊരുങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യേണ്ട സ്പിരിച്വൽ എക്സസൈസ്, ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് ഒരല്പം നേരം പ്രാർത്ഥിക്കാനാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു സ്പിരിച്വൽ എക്സസൈസ് കേൾക്കുമ്പോൾ ഒരല്പം കൗതുകമായിട്ട് തോന്നും, എങ്കിലും അതൊന്ന് ചെയ്തു നോക്കണം. വീടിൻ്റെ പ്രധാന കവാടം തൊട്ട്, നമ്മുടെയൊക്കെ വീടിൻ്റെ ആദ്യത്തെ വാതിലില്ലേ, പ്രധാന വാതിൽ, അവിടം തൊട്ട് ഓരോ വാതിലും ഒന്ന് തുറന്ന് പ്രാർത്ഥിക്കണം. ഒരു എളിമപ്പെട്ടങ്ങ് ചെയ്താൽ മതി. വീടിൻ്റെ ആ മെയിൻ ഡോർ തുറക്കണം. അതിനുശേഷം ഓരോ മുറിയും ആ വാതിലുകൾ മെല്ലെ തുറക്കണം. തുറക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഹോളി സ്പിരിറ്റ്, എൻ്റർ ഇൻടു മൈ സ്പേസസ് വെയർ ഫിയർ റൂൾസ്. റുഹാദ കുദിശായേ, ഭയം ഭരിക്കുന്ന എൻ്റെ ഇടങ്ങളിലേക്ക് നീ പ്രവേശിക്കണേ, നീ എന്നെ ഭരിക്കണേ. ഓ ഹോളി സ്പിരിറ്റ്, കൈൻഡ്ലി എൻ്റർ ടു മൈ സ്പേസസ് വെയർ ഫിയർ റൂൾസ്. ഭയം ഭരിക്കുന്ന ഇടങ്ങളിലേക്ക് റുഹാദ കുദിശായേ നീ പ്രവേശിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടകങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയ കവാടത്തിൻ്റെ വാതിലുകൾ തുറന്ന് നമ്മുടെ ഭയപ്പാടിൻ്റെ മേഖലകളിലേക്കൊക്കെ
പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കാം. ഭയം മാറിപ്പോകട്ടെ. ഫിയർ ടെൽസ് യു ആർ എലോൺ. ഭയം പറയും നിന്നോട് നീ ഒറ്റയ്ക്കാണ്. ആൻഡ് ഹോളി സ്പിരിറ്റ് ടെൽസ്, പരിശുദ്ധാത്മാവ് പറയുന്നു, ഐ ആം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ.